ഇന്ന് പുലർച്ചെ മുതൽ റെയ്ഡ് സംസ്ഥാനത്തെ 3 ജില്ലകളിൽ നടന്നിരുന്നു. അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റെയ്ഡ് NIA നടത്തിയത്. എതിരാളികളെ ഇല്ലാതാക്കാൻ PFI ഹിറ്റ് ടീമും സായുധ സംഘങ്ങളും രൂപീകരിച്ചെന്ന് NIA. ഇന്നത്തെ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. 9 സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇന്ന് അതിരാവിലെയാണ് റെയ്ഡ് നടന്നത്. പ്രധാനമായും കൊച്ചി, പാലക്കാട്, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. 2022 കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത PFI നിരോധനവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു പരിശോധന. അതായത് ഇപ്പോഴും PFIയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയായിരുന്നു. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി രേഖകൾ NIA പിടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം കൂടുതൽ അറസ്റ്റുകൾ അടക്കമുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ് ഈ NIA വിവിധ ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളത്. വിവരമറിയിക്കാൻ വേണ്ടി റിപ്പോർട്ടേഴ്സ് ടീം, അതോടൊപ്പം തന്നെ സായുധ സംഘങ്ങൾ, അതോടൊപ്പം മറ്റ് ഹിറ്റ് ടീം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ രൂപീകരിച്ചത്. എന്തായാലും തുടർ പരിശോധനകളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദിലീപ് കുമാർ, കേരളത്തിൽ 3 ജില്ലകളിൽ നടന്ന NIA റെയ്ഡിന്റെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.